ഷഹനാസ് തുടരുക. നമുക്കൊപ്പം ജെയ്ക്ക് കൂടി ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, CPM പ്രതിനിധി ജെയ്ക്ക് സി തോമസ്. രണ്ടാമത്തെ കേസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവർ വിവാഹിതയൊന്നുമല്ല, അത്തരത്തിലുള്ളൊരു പ്രതിരോധം സ്വീകരിക്കാൻ കഴിയില്ല. അവരെ പീഡിപ്പിച്ച ഹോം സ്റ്റേയുടേതടക്കമുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തേതും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് നടത്തിയ പ്രതികരണം കേൾപ്പിക്കാം. തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തതുകൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കും. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ്. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇത് പാർട്ടി നിലപാടാണോ ശ്രീ ജെയ്ക്ക് സി തോമസ്? ഒന്ന് അതിതീവ്രമായ പീഡനവും മറ്റൊന്ന് തീവ്രത അല്പം കുറഞ്ഞ പീഡനവും. ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ മുഖമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷഹനാസ് തൊട്ടു മുമ്പ് വരെ നമ്മളോട് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ചർച്ചയുടെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഈ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഈ സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിൻ്റെ ലീഡർ, അദ്ദേഹത്തിൽ നിന്ന് റൊമാറ്റിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറേണ്ട വന്ന മറ്റ് പെൺകുട്ടികൾ, മറ്റ് സ്ത്രീകളെ തനിക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവർ നമ്മളുമായി പങ്കുവെച്ച ഞെട്ടലുളവാക്കുന്ന ഒരു വിവരം. അത് അവരുടെ മാത്രം ഒരു പ്രതികരണമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഷഹനാസ് മുതൽ ഷാനിമോൾ ഉസ്മാൻ വരെ, ഇവർ മുതൽ ഹണി ഭാസ്കർ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ VM സുധീരൻ മുതൽ ആദരണീയനായ കോൺഗ്രസിൻ്റെ CWC മെമ്പർ ശ്രീ രമേശ് ചെന്നിത്തല വരെയുള്ള ആളുകൾ, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ LOP എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെ ബഹുമാന്യനായ ശ്രീ VD സതീശൻ വരെയുള്ള ആളുകൾ, ഇവരുടെ ആകെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികരണം നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഡോക്ടർ ആശ, അവരുടെ ജീവിത പങ്കാളിയാണ് AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ. ഇവർക്കാകെ ഈ കാര്യത്തിലുള്ള അഭിപ്രായത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കാം. അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ്, ചരിത്രത്തിൽ സമീകരണങ്ങളോ ഉദാഹരണങ്ങളോ ഇല്ലാത്തത്ര ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടിൻ്റെ അനവധി കഥകളാണ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചായിരിക്കാം അവർ പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവർ ഏത് വിഭാഗത്തിലും ആരോടൊപ്പമായാലും നിരുപാധികമായി അവരോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളതാണ് മാനവിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെല്ലാവരും വിശാലമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം. ഒന്നിലേതെങ്കിലും ഒരു കുറവ് മറ്റേതിലേതെങ്കിലും ഒരു കൂടുതൽ എന്ന നിലയിലെയല്ല ഇത്തരം കാര്യങ്ങളെ അപകരിക്കാൻ പാർട്ടി ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെടുകയും നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണങ്ങളുമായി ഇത്തരം നേതാക്കൾ വരുന്നത് പാർട്ടിയുടെ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തില്ലേ ജെയ്ക്ക്? ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തിൽ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞതാണ് എന്ന് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ കാര്യത്തിനകത്ത് സുചിന്തിതമായ നിലപാട് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം, അതിൻ്റെ പ്രത്യേക ചുമതല അതിനുവേണ്ടി വഹിക്കുന്ന ആളുകൾ, യൂണിയൻ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള വകുപ്പ് മന്ത്രിമാർ, എത്രയോ നേതൃത്വത്തിൻ്റെ ഭാഗമായി സ്പോക്സ് പേഴ്സണായിട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾ 1000 തവണ ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടുന്നെങ്കിലും കേട്ട ഒരു അറ്റവും മുറിയും വെച്ചിട്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടിനകത്ത് ശക്തി ചോർന്നില്ലേ, അതിനെ ദുർബലപ്പെടുത്തിയില്ലേ, ഇതാണോ നിങ്ങളുടെ നിലപാട്? വലിയ പ്രസക്തിയുണ്ട്. പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞതാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ തീവ്ര പീഡനത്തെക്കുറിച്ചും അത് അല്പം കൂടി കുറഞ്ഞ പീഡനമാകാം എന്നുള്ളതും. അതാരാണെങ്കിലും ആവട്ടെ, മുകേഷിൻ്റെ കാര്യത്തിലും സമാനതകളില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ തീവ്രത എന്ന വാക്കൊക്കെ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസും ചുമത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി തീരുമാനമെടുത്തില്ല. അതിന് പാർട്ടി പറയുന്നൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത നിലപാടെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റിയത് 24 മണിക്കൂറിനുള്ളിലല്ലേ? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയില്ലേ? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തി നിയമസഭയിൽ പ്രത്യേക സ്ഥാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇങ്ങനെ സമാനതകൾ CPMൽ ഒരേ കേസ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം.
വീണ്ടും കട്ടായി. ജയ്ക്ക് കേൾക്കാമെങ്കിൽ. തീർച്ചയായിട്ടും ഈ പ്രതിരോധം ഇപ്പോഴല്ല ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് ഈ പ്രശ്നം ആരംഭിച്ച വിവിധ ഘട്ടങ്ങളിൽ വിവിധ ചോദ്യങ്ങൾ ഉയർന്നു വന്ന പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതൃത്വമാകാൻ നിൽക്കുന്ന സമയത്താകെ ഇവർ തിരികെ ചോദിച്ചത് ഇങ്ങനെയാണ്. ഞാൻ സത്യസന്ധമായി അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങേ അല്ലെങ്കിൽ ഈ കാര്യത്തിനകത്ത് ന്യൂനപക്ഷത്തിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഈ പിന്തുണയ്ക്കുന്ന സമീപനം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇത്തരമൊരു കേസിന് നമ്മളുടെ മുമ്പിൽ എന്തെങ്കിലും തരത്തിലൊരു ഉദാഹരണങ്ങളുണ്ടോ? ഞാൻ ആവർത്തിക്കുന്നു വീണ്ടും അതിലേക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള മനോരമയുടെ വാർത്താ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ദ വീക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ പ്രത്യേകത എന്താണ്? ദ കംപ്ലൈനൻസ് ഇൻക്ലൂഡഡ് ദ ഡോട്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP. അതായത് കേരളത്തിലെ മുൻ പാർലമെന്റ് മെമ്പറായിരുന്ന ഒരു കോൺഗ്രസ് കുടുംബം AICCയുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ കണ്ണീരണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ട വന്ന ക്രൂരമായ അനുഭവങ്ങൾ വിശദീകരിച്ചു. അതെനിക്കറിയാം, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്ന റാങ്ക് ആൻഡ് ഫയൽ എല്ലാ നേതാക്കന്മാർക്കും അറിയാം ഏതാണ് ആ കോൺഗ്രസ് MP എന്നും ആരാണ് ആ പെൺകുട്ടി എന്നും. പത്തനംതിട്ട ജില്ലയിലെ തന്നെ സമുന്നത കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? കേരളത്തിൽ ബാർക്ക് റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനമൊക്കെ അവകാശപ്പെടുന്ന ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? ഇപ്പോൾ സൂചിപ്പിച്ച നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ശ്രീ ഷഹനാസ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? ഇതേപോലെ തന്നെ പ്രവാസി എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായിരുന്ന ശ്രീ ഹണി ഭാസ്കർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? നമ്മളുടെ നാട്ടിൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നത നിലവാരം അലങ്കരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന റിട്ടയർ ചെയ്യാൻ അധികകാലമില്ലാത്ത ഒരു വനിതാ IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ട വന്ന അനുഭവം എന്തായിരുന്നു? CWC അംഗമെന്ന കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല വന്ന പരാതികൾ എല്ലാം തന്നെ കാര്യമായ സംഭവവികാസങ്ങൾ സംഭവിച്ചതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി എടുത്തത് എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടനാ നടപടിയോടൊപ്പം ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി കൂടെ കൂട്ടി നമ്മളുടെ ഏത് സാംസ്കാരിക സാമൂഹിക ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും ഇദ്ദേഹത്തെ രണ്ടാളുകൾ ചേർന്ന് നിർത്തി ഇദ്ദേഹത്തെ നിർത്തണമെങ്കിൽ സംഘടനാ നടപടി മാത്രം പോരാ. അതിഗുരുതരമായ മെഡിക്കൽ ചികിത്സ അർഹിക്കുന്ന അനിതരസാധാരണമാം വിധം വൈദ്യശാസ്ത്ര സംബന്ധമായ ചികിത്സ അർഹിക്കുന്ന ഒരു പ്രധാനിയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന് വേണ്ടതായിട്ടുള്ള ഈ മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പാലക്കാട് MLA. അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ സംഘടനാ നടപടിക്ക് ഒരു ദിവസമെങ്കിലും മുമ്പേ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതമായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കണം. സ്ത്രീ എന്ന രൂപത്തിൽ കാണുന്ന ഏത് മനുഷ്യനോടും ലൈംഗിക ദുരുപയോഗത്തിന്റെയും ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേഷനും ഇറക്കി വെക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് ഓരോ സ്ത്രീയുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ചിന്താഗതിയുള്ള ഇദ്ദേഹത്തെ ഉടനടി വൈദ്യശാസ്ത്ര പരിശോധനയ്ക്കും വൈദ്യശാസ്ത്ര ചികിത്സയ്ക്കും വിധേയമാക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തെ മനുഷ്യൻ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് തിരികെ കൊണ്ട് നിർത്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു സംഘടനാ നടപടിയോട് ഞാൻ വാശി പിടിക്കുന്നില്ല കേട്ടോ, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലേ. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കാം, അന്തസ്സുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി UDFന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിക്കാൻ കഴിയുമോ? ഇനി പാലക്കാട് MLA കേരളത്തിന് 140 മണ്ഡലങ്ങളിലും പര്യടനത്തിന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹം കേരളത്തിലെ 972 ഗ്രാമപഞ്ചായത്തിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 86 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലും കോൺഗ്രസിന്റെ വോട്ട് ബേസിനെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയില്ലേ? കാരണം എന്താണ്? നമ്മൾ കരുതുന്ന ഈ സുപ്രധാന പദവി അലങ്കരിക്കുന്നു എന്ന് നമ്മൾക്കറിയുന്ന ഈ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടും സ്റ്റിൽ ഹി ഈസ് ദർ. അദ്ദേഹം ഇപ്പോഴും ആ പദവിയിൽ കോൺഗ്രസിന്റെ സമുന്നത കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന. അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക, ബലാത്സംഗത്തിന് ഇരയാക്കാൻ പെൺകുട്ടിയെ കാർ ഓടിച്ചുകൊണ്ട് കൊണ്ടു നടന്ന ഈ പെർവർട്ടിന്റെ ഡ്രൈവർക്ക് സീറ്റ്, അതിന് സഹായം ചെയ്ത മറ്റാളുകൾക്ക് നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ്, ഈ പെർവർട്ടിനെ ന്യായീകരിക്കാൻ നിയമസഭയിലേക്ക് എത്തിച്ച മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന് തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ്. എന്തൊരു വിരോധാഭാസമാണ്! കോൺഗ്രസ് എന്താണ് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ബലാത്സംഗ കേസിലെ സർവൈവറെ കൊണ്ടു നടന്ന ഡ്രൈവർക്ക് സീറ്റ് കൊടുക്കുന്നു, ബലാത്സംഗ കേസിലെ പ്രതിയായ ആളെ നിയമസഭയിൽ എത്തിക്കാൻ വണ്ടി ഓടിക്കുകയും കൂടെ പോവുകയും ചെയ്യുന്ന മറ്റു കോൺഗ്രസ് നേതാവിന് കോർപ്പറേഷൻ സീറ്റ് കൊടുക്കുന്നു, ബലാത്സംഗ കേസിലെ പ്രതിയെ ന്യായീകരിക്കാൻ വന്ന മറ്റൊരു നേതാവിന്
അവരെ മാലയിട്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ട് അവരെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ അനുഭവങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് വഴി വെളിപ്പെടുത്തുന്നത് എന്താണ്? ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിന്റെ കീഴിലാണ് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിനെ. അവരുടെ കീഴിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ നടപടിക്ക് വിധേയമാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ശക്തമായ പ്രസ്താവന നടത്തിയിട്ടും എന്തേ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാൻ കോൺഗ്രസിന് മടി? ഇതൊരു കോൺഗ്രസ് പ്രശ്നം മാത്രമാണോ? കേരളത്തിലെ പൊതുസമൂഹം അനുവദിക്കുന്ന നിതാന്ത വെല്ലുവിളിയുടെയും നിത്യശത്രുതയുടെയും ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടില്ലേ? ഇദ്ദേഹം ഒരു പബ്ലിക് നോയ്സൻസ് അല്ലേ? അദ്ദേഹത്തെ റദ്ദു ചെയ്യേണ്ടത് മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും, കോൺഗ്രസ് ഇടതുപക്ഷ ഭേദമില്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമല്ലേ? അതിന്റെ മുമ്പിൽ എന്താണ് യുവർ സൈലൻസ് ഈസ് എ കൾപ്പബിൾ സൈലൻസ് എന്ന് പാസ്റ്റർ ഗ്രഹാം ബെല്ല് പണ്ട് അമേരിക്കയിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട്. അതിന് സമാനമാണ് ഈ നിശബ്ദത എന്ന് പറയുന്നത്. ഈ സെക്ഷൽ പെർവേർട്ടിന് കണ്ടെടുക്കുന്ന പിന്തുണയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്, PK ശശി ഇപ്പോഴും KTDCയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് തുടരുന്നുണ്ട്. മുകേഷും തുടരുന്നുണ്ട്. ഇതിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇനി ഇതിനോട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന അനുഭവങ്ങളാണോ നമുക്കുണ്ടായിരുന്നത്? അദ്ദേഹം CPIM-ന്റെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് അന്വേഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഒന്നിന്റെയും ഇപ്പൊ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. അതിനെയും സമീകരിക്കുന്നത് ഈ സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിന്റെ കേരളത്തിലെ തലവനെ രക്ഷപ്പെടുത്താനുള്ള മൂന്നാംകട ശ്രമങ്ങളുടെ രാഷ്ട്രീയ ന്യായീകരണമാണ്. ഞാനിത് ചോദിച്ചതിന്റെ കാര്യം ആ കേസുമായി ബന്ധപ്പെട്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്നതുകൊണ്ട് മാത്രമാണ്. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുമ്പോഴും അയാളെ ഒരു തരി പോലും നമ്മൾ പിന്തുണയ്ക്കാതിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിന് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ സംസാരിക്കില്ല. കറക്റ്റ്, അതാണ്. അപ്പൊ നോക്കൂ, ഇപ്പൊ ഷഹനാസ് മുന്നിൽ വന്ന് പറയുകയാണ്, പാർട്ടിയുടെ ഒപ്പം സഞ്ചരിച്ച ഷഹനാസ് പറയുന്നു സംസാരിക്കും ഇങ്ങനെ. കറക്റ്റ്. ഇപ്പോഴും ആ പെൺകുട്ടിക്കെതിരെ PK ശശിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ പറയുന്ന ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു അതിനുശേഷം ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോലും രാഹുൽ മാൻകൂട്ടത്തിനെ അനുകൂലിച്ചിട്ടില്ല. ഇന്നും എതിർത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും മുകേഷ് നിങ്ങളുടെ MLA ആണ്. ശശി ആരാണ്? ഇതൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഓക്കെ, ശരി. Debate with Dr. Arun Kumar.